വെൽക്കം ടു റിയൽ ടോക്സ്. ഒരു റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ബയർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായും നമ്മൾ എന്ത് പ്രോപ്പർട്ടിയാണ് വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു ധാരണ നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. അതൊരു ഫ്ലാറ്റാണോ, അല്ല വില്ലയാണോ, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഹൗസാണോ, എന്താണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും കസ്റ്റമേഴ്സ് ഇതെല്ലാം നടന്നു കാണാറുണ്ട്. അതുകൊണ്ട് വരുന്നൊരു പ്രശ്നം, അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വരികയും ആ ഒരു പർച്ചേസ് ഡിലേ ആകുകയോ അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയില്ലാതാകുകയോ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്ത് പ്രോപ്പർട്ടിയാണ് വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. സപ്പോസ് അതൊരു ഇൻഡിപെൻഡൻറ്റ് ഹൗസ് ആണെങ്കിൽ ആ ഇൻഡിപെൻഡൻറ്റ് ഹൗസിൻ്റെ ഒരു ബഡ്ജറ്റ്, നമുക്ക് എത്രയാണ് നമ്മുടെ ബഡ്ജറ്റ്? ഈ ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് നമ്മളുടെ ഇവിടെ ഉള്ള ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ബയർ 10% ആണ് രജിസ്ട്രേഷൻ കോസ്റ്റായിട്ട് സർക്കാരിന് കൊടുക്കുന്നത്. അതിൽ 8% സ്റ്റാമ്പ് പേപ്പറിൻ്റെ ഫീയും 2% രജിസ്ട്രേഷൻ കോസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ ഒരു ബഡ്ജറ്റ് സപ്പോസ് 1 crore ആണെങ്കിൽ ഒരു 90 lakhs ആയിരിക്കണം നമ്മുടെ പ്രോപ്പർട്ടിയുടെ പ്രൈസിംഗ് എന്ന് പറയുന്നത്. കാരണം 90 lakhs ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ അറൗണ്ട് 9 lakhs നമ്മൾക്ക് രജിസ്ട്രേഷൻ കോസ്റ്റ് വരുന്നുണ്ട്. സോ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 1 crore ആവും നമ്മളുടെ ബഡ്ജറ്റ്. അപ്പോൾ പ്രൈസിങ് ഫിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ കോസ്റ്റ് കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം പ്രൈസിങ് ഫിക്സ് ചെയ്യാനായിട്ട്, ബഡ്ജറ്റ് ഫിക്സ് ചെയ്യാനായിട്ട്. ഇനി ബഡ്ജറ്റ് ഫിക്സ് ചെയ്തു, പ്രോപ്പർട്ടി ഏതാ എടുക്കേണ്ടതെന്ന് ഫിക്സ് ചെയ്തു. അത് വീടാണെങ്കിൽ അല്ലെങ്കിൽ ഏത് പ്രോപ്പർട്ടി ആണെങ്കിലും ബ്രാൻഡ് ന്യൂ ആണോ, അതോ നമുക്കൊരു 10 years വരെ പഴക്കമുള്ളത് ആണോ വേണ്ടത്, അല്ലെങ്കിൽ എബോവ് 10 years പഴക്കമുള്ളതാണോ, ഏതാണ് നമ്മൾക്ക് വേണ്ടെന്നുള്ള ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. അതിനുശേഷം ലൊക്കേഷൻ. ഈ ലൊക്കേഷൻ ചൂസ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഇത് ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ ആണോ, അവിടെ നല്ല വാട്ടർ സോഴ്സ് അവൈലബിലിറ്റി ഉണ്ടോ, അതുപോലെ തന്നെ റോഡ് ആക്സസ്, നല്ല റോഡ് ആക്സസ് ഉണ്ടോ, പ്രോക്സിമിറ്റി ടു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, ബസ് സർവീസ് ഒക്കെ കിട്ടാനായിട്ട് എളുപ്പമുള്ള സ്ഥലമാണോ, അതുപോലെ തന്നെ അതർ കൺവീനിയൻസസ് ലൈക്ക് സ്കൂൾസ്, കോളേജസ്, ഹോസ്പിറ്റൽസ്, വർഷിപ്പ് സെൻറ്റേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാം നോക്കി വേണം നമ്മളൊരു ലൊക്കേഷൻ ചൂസ് ചെയ്യാനായിട്ട്. ഇങ്ങനെ എല്ലാ കൺവീനിയൻസും ഉള്ള ലൊക്കേഷൻസ് ആവണം നമ്മളുടെ പ്രോപ്പർട്ടിക്ക് വേണ്ടി നമ്മൾ ഫൈനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആയിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു കൺസൾട്ടൻറ്റിനെ സമീപിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടാകും. ആ പ്രോപ്പർട്ടീസ് അവർ നിങ്ങളെ കൊണ്ട് കാണിക്കും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു നെഗോസിയേഷൻ ഉണ്ടാകും. നെഗോസിയേഷന് ശേഷം ബയർക്കും സെല്ലർക്കും രണ്ടുപേർക്കും എഗ്രീഡ് ആയിട്ടുള്ള ഒരു പ്രൈസിൽ ആ സെയിൽ ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്ത ശേഷം ഒരു ചെറിയ ടോക്കൺ കൊടുക്കുക. അതൊരു മേ ബി ഒരു 10,000 ആയിരിക്കാം, അല്ലെങ്കിൽ ബിറ്റ്വീൻ 10,000 and 50,000 ആകാം. ആ ഒരു ടോക്കൺ കൊടുത്തുകൊണ്ട് ആ സെയിൽ നമ്മൾ ഉറപ്പിക്കുന്നു. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെല്ലറുടെ റെസ്പോൺസിബിലിറ്റിയാണ് ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ബയർക്ക് കൊടുക്കുക എന്നുള്ളത്. അതിൽ ഞാനൊന്ന് ലിസ്റ്റ് ചെയ്യാം എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത്. പ്രധാനമായും ടൈറ്റിൽ ഡീഡ്, തീറാധാരം, അതിൻ്റെ കോപ്പി, പ്രയർ ഡീഡ്സ്, മുന്നാധാരങ്ങളുടെ കോപ്പി, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ലാൻഡ് ടാക്സിൻ്റെ കോപ്പി, കരമടച്ച രസീത്. പിന്നെ നമുക്ക് വേണ്ടത് പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എന്ന് പറയും. 30 years ഓഫ് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ്, ബാധ്യത സർട്ടിഫിക്കറ്റ്. ഇത് രണ്ടും സെല്ലർ നമുക്ക് തരേണ്ടതാണ്. ഇത് കിട്ടുവാനായിട്ട് ഒരു 1 week ടൈം എടുക്കും. അടുത്തതായിട്ട് വേണ്ടത് ROR സർട്ടിഫിക്കറ്റ്, റെക്കോർഡ് ഓഫ് റൈറ്റ് എന്ന് പറയും. ദെൻ ലൊക്കേഷൻ സ്കെച്ച്, ബിൽഡിങ്ങിൻ്റെ ലേറ്റസ്റ്റ് ടാക്സ് അടച്ച റെസിപ്റ്റ്, ബിൽഡിങ്ങിൻ്റെ വാല്യൂഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് സെല്ലറുടെ കയ്യിൽ നിന്നും ഒരു വിത്തിൻ 1 week or 2 week ടൈമിൽ നമുക്ക് കിട്ടേണ്ടതാണ്. ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു ഡോക്യുമെൻ്റ് റൈറ്റർ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ബാങ്കിൻ്റെ ലോൺസിൻ്റെ ലീഗൽ വെരിഫിക്കേഷൻ ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റിനെ സമീപിക്കുക. അവരിതിൻ്റെ ലീഗൽ വെരിഫിക്കേഷൻ നടത്തുന്നതാണ്. അത് ചെയ്ത ശേഷം ഇത് ലീഗൽ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു എഗ്രിമെൻറ്റിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 200 rupees സ്റ്റാമ്പ് പേപ്പറിലാണ് എഗ്രിമെൻറ്റ് വെക്കേണ്ടത്. അപ്പോൾ പഴയ പോലെ ഇപ്പോൾ പ്രിൻറ്റഡ് സ്റ്റാമ്പ് പേപ്പേഴ്സ് അവൈലബിൾ അല്ല.
നമ്മൾ സ്റ്റാമ്പ് വെൻഡേഴ്സിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ വെച്ച് അവർ നമുക്ക് ഈ 200 റുപ്പീസിന് സ്റ്റാമ്പ് പേപ്പർ പ്രിൻ്റ് എടുത്ത് തരും. അതിൽ ഒന്നുകിൽ ഡോക്യുമെൻ്റ് റൈറ്റർ അല്ലെങ്കിൽ ഈ അഡ്വക്കേറ്റിനെ കൊണ്ട് നമ്മളൊരു എഗ്രിമെൻറ്റ് പ്രിൻ്റ് ചെയ്ത് 2 പേർക്കും എഗ്രീഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാം. അതിൽ എത്ര പെട്ടെന്നുള്ള സെയിലാണെങ്കിലും എത്ര വേഗത്തിൽ നടക്കുന്ന സെയിലാണെങ്കിലും മിനിമം ഒരു 3 months സെയിൽ നമ്മൾ പീരീഡ് വെക്കുക. ഡിപ്പെൻസ് ഓൺ ദ കൺവീനിയൻസ് ഓഫ് ബയർ ആൻഡ് സെല്ലർ. അത് നമുക്ക് എത്ര ടെൻഡർ വേണമെങ്കിലും വെക്കാം. ബട്ട് 1 yearനുള്ളിലായിരിക്കും മിക്കവാറും എല്ലാവരും വെക്കാറുള്ളത്. ഇത്രയും ചെയ്ത ശേഷം ആ ഒരു പീരീഡിനുള്ളിൽ ബയർ സെല്ലർക്ക് ബാലൻസ് തുക അക്കൗണ്ട് ത്രൂ കൊടുക്കേണ്ടതാണ്. നമ്മൾ ഒരു സെയിൽ കൺഫേം ആയി കഴിഞ്ഞാൽ, എഗ്രീഡ് ആയി കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് എത്രയാണോ വരുന്നത് അത്രയും തുക ബയറുടെ അക്കൗണ്ടിൽ നിന്നും സെല്ലറുടെ അക്കൗണ്ടിലേക്ക് ബാങ്ക് ത്രൂ ട്രാൻസ്ഫർ ആയിരിക്കേണ്ടതാണ്. ഇതാണ് നമ്മളുടെ ഇവിടുത്തെ റൂള്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷനിലേക്ക് പോവാം. രജിസ്ട്രേഷൻ ചെയ്ത ശേഷം ഇന്ന് നമുക്ക് ഓൺലൈൻ വഴി പോക്കുവരവ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. പോക്കുവരവ് ചെയ്ത ശേഷം ലാൻഡ് ടാക്സ് നമ്മുടെ പേരിൽ അടച്ച് വസ്തു നമ്മുടെ പേരിലേക്ക്, പ്രോപ്പർട്ടി നമ്മുടെ പേരിലേക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി വാങ്ങുവാനും വിൽക്കുവാനും സംശയങ്ങൾക്കായിട്ടും എൻ്റെ നമ്പറിൽ വിളിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.